നമ്മളിന്ന് പോണതേ വാമന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. പല്ലശന വാമന ക്ഷേത്രം. ഒരു ചെറിയ നടവഴി മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. അതായത് ഈ മലയുടെ പകുതി ഭാഗം കാടും പകുതി ഭാഗം പാറക്കെട്ടുകളുമാണ്. താഴ്ഭാഗം കാട്, പനകളും മരങ്ങളും നിറഞ്ഞ കാടും, പിന്നെ മുകൾ ഭാഗം പാറക്കെട്ടുമാണ്. നടവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാറക്കല്ലുകളും പിന്നെ കുത്തനെയുള്ള കയറ്റം കൂടി ചേർന്നാണ് ഈ മുകളിലേക്കുള്ള നടവഴി. മല പകുതി കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാറ ആരംഭിക്കട്ടോ. അപ്പോൾ മരങ്ങളും കാര്യങ്ങളൊക്കെ പകുതി വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറണത് പാറയുടെ മുകളിൽ കൂടെയാണ് മുകളിലേക്ക് കയറടാ. അപ്പോൾ വലിയ കുത്തനെയുള്ള പാറയാണ്. പാറ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള പാറകളാടാ. അതായത് നമുക്ക് പാറമേ കൂടെ പോവാൻ ചെറുതായിട്ട് കല്ലൊക്കെ ഇട്ട് വഴി സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെ കല്ലുകൊണ്ട് വഴി സെറ്റാക്കിയിട്ടില്ല. പിന്നെ ഈ പാറയുടെ സൈഡിൽ കൂടെ വേണം നമ്മൾ മുകളിലേക്ക് കയറി പോകാൻ. ഈ മല കയറാൻ വേണ്ടിയിട്ട് ചെറിയ മരത്തുമ്പൊന്നൊക്കെ കയറൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിടിച്ച് കയറി വരാൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. മുകളിലെത്തിയാലുള്ള വ്യൂ താഴത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് പാടം, കുളം, അതുപോലെ ചെറിയ മലകൾ കാണാം. പിന്നെ പാടശേഖരങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കട്ടോ പാടങ്ങളൊക്കെ. പക്ഷെ ഇതൊന്നുമല്ല, ക്ഷേത്രമാണ് നമ്മളെ അമ്പരിപ്പിക്കുക. ആ ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ കണ്ട. അതായത് ഒരു വലിയൊരു പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രം, അതും തമിഴ്നാട് ശൈലിയിലാണ്. ക്ഷേത്രവും കൽമണ്ഡപമാണ്. അതായത് ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു കൽമണ്ഡപം, ഒരു പ്രത്യേക കാഴ്ചയാണ് കാണാൻ. അതായത് നമ്മുടെ സാധാരണ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രത്യേക അനുഭൂതിയായിരിക്കും. ഈ ക്ഷേത്രത്തിൽ അയ്യപ്പനാണ് പ്രതിഷ്ഠ. അതുപോലെ തന്നെ കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമേ നട തുറക്കുള്ളൂ എന്ന് അറിയാൻ സാധിച്ചേട്ടാ. അതായത് നമ്മൾ താഴത്ത് അടിയിൽ ചോദിച്ചപ്പോൾ അവിടെ താമസിക്കുന്ന ചേച്ചി പറഞ്ഞ, അതായത് കൊല്ലത്തിൽ ദീപാവലിക്ക് മാത്രമാണ് ഇവിടെ നട തുറക്കാന്ന് പറഞ്ഞത്. അതുപോലെ അയ്യപ്പ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തമിഴ്നാട്ടിലെ പഴയ ക്ഷേത്രങ്ങളിലെ ഒരു മോഡലാണ് നമുക്ക് തോന്നുക. ഇവിടെ നിന്ന് താഴത്തേക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാണ് കേട്ടോ. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ. ഇത് നമ്മളിപ്പോൾ കാണുന്നത് അസ്തമയമാണ്. ഇതുപോലെ തന്നെ മനോഹരമാണ് രാവിലെയുള്ള ഉദയം.